വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൂറുമാറാൻ 50 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്ന ആരോപണം നിഷേധിച്ച് EU ജാഫർ. 1 രൂപ പോലും താൻ വാങ്ങിയിട്ടില്ല, സൗഹൃദ സംഭാഷണം എന്ന നിലയ്ക്കാണ് സംസാരിച്ചതെന്നും കോഴ ആരോപണത്തിന് അടിസ്ഥാനമാക്കി പുറത്തിറങ്ങിയ ശബ്ദ സന്ദേശത്തെക്കുറിച്ച് ജാഫർ പ്രതികരിച്ചു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ LDFിലെ നബീസയ്ക്ക് വോട്ട് ചെയ്തത് തന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ച വീഴ്ചയാണെന്നും അതിൽ പൊതുസമൂഹത്തോട് മാപ്പ് ചോദിക്കുന്നതായും ജാഫർ. ഞാൻ ഒരാളെന്നും 1 രൂപ പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല. ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ടോക്ക് എന്നുള്ള രീതിയിൽ മാത്രം സംസാരിച്ചിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. ഞാനൊരു കാശ് വാങ്ങിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്കത് വിളിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അവൻ്റെ അടുത്ത് വിളിച്ച് പറയുമ്പോൾ അത് റെക്കോർഡ് ചെയ്യും, എല്ലാം എനിക്കറിയാലോ. ഇപ്പൊ LDFിന്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും എന്നെ വന്ന് കാണുകയാണെങ്കിൽ ഇല്ല, ആരും കണ്ടിട്ടില്ല. എൻ്റെ നാട്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ CPMനെ എതിർക്കുന്ന ആൾ ഞാനാണ്. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് വന്ന ഒരു ബൈ മിസ്റ്റേക്കാണ്. ഞാനും അവരും തമ്മിൽ ഒരു ഡീലും ഇല്ല. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് പോലും ഞാൻ LDFനെ സപ്പോർട്ട് ചെയ്ത ആളാണ്. വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോ ഞാൻ ഏത് അന്വേഷണത്തോടും നുണപരിശോധനയ്ക്ക് വരെ ഞാൻ തയ്യാറാണ്. പാർട്ടിയില്ല ഇപ്പോ. ഞാൻ UDF കാരൻ. എന്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ UDF കാരനാണ്. എന്നെ പാർട്ടി പുറത്താക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് നടന്നു, ഒരു മുന്നണിയായി മത്സരിച്ചു. എന്നിട്ട് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കാശ് കോഴ ലക്ഷങ്ങൾ കോഴ മേടിച്ചിട്ട് അത് മാറുമെന്ന് പറയുന്നത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നതാണ്. UDFിൻ്റെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. UDFകാരും കോൺഗ്രസ്സുകാരും എല്ലാവരും ഒറ്റക്കെട്ടായി പണിയെടുത്ത് ജയിച്ച ഒരു സ്ഥാനാർത്ഥി അവസാന നിമിഷത്തിൽ കാലുമാറുക, കോഴ മേടിച്ച് ചെയ്യുന്നത് ഒരു കരിങ്കാലിപ്പണിയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇതൊരു ഭൂഷണമല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ജാഫറിന്റെ പ്രതികരണത്തിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. ഇതോടെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയിരിക്കുകയാണ് ജാഫർ. പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുകയാണ്. ലിഷോയ്, ഇപ്പോൾ നമ്മൾ ജാഫറിന്റെ പ്രതികരണം കേട്ടു. താൻ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഫോൺ റെക്കോർഡ് ചെയ്യുമെന്നുള്ള ബുദ്ധി തനിക്ക് ഉണ്ടാകില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രതികരണമാണ്. അത് വൈകിയുണ്ടായിട്ടുള്ള ബോധോദയത്തിന്മേലുണ്ടായ ഒരു പ്രതികരണമാണോ എന്നുവരെ സംശയമുണ്ട്. ഇപ്പോൾ പ്രതിഷേധം വലിയ തോതിൽ കനക്കുകയും ചെയ്യുന്നു. എവിടെ വരെ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ? പ്രതിഷേധം ആ ഒരു സമയത്തായിരുന്നു. പ്രതിഷേധം അവസാനിച്ചു. ഈ പ്രതിഷേധക്കാർ അവിടേക്ക് ജാഫറിൻ്റെ അടുത്തേക്ക് പാഞ്ഞെത്തിയ സമയത്ത് തൊട്ടടുത്ത് ഒരു ബൈക്കിൽ കയറി ജാഫർ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. അതായത് നേരെ തൊട്ടടുത്ത പാവർട്ടി പോലീസ് സ്റ്റേഷനിൽ അഭയം തേടുകയാണ് ചെയ്തത്. അതിനുശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ പാവർട്ടി പോലീസ് സ്റ്റേഷൻ്റെ മുൻവശത്ത് ഉൾപ്പെടെ നിലയുറപ്പിച്ചിരുന്നു. പിന്നീട് എന്തായാലും പ്രവർത്തകരെല്ലാവരും തന്നെ അവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. അതേസമയം ഈ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലെ കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ജാഫർ തള്ളി പറയുകയാണ്. കാരണം തനിക്ക് അത്തരത്തിൽ യാതൊരു വിധത്തിലും പണം ലഭ്യമായിട്ടില്ല. അങ്ങനെ ലഭ്യമായ പണമൊന്നും അങ്ങനെ യാതൊരു വിധത്തിലും ചർച്ചയൊന്നും തന്നെ നടത്തിയിട്ടുമില്ല. LDF പ്രവർത്തകർ, CPM പ്രവർത്തകരാരും തന്നെ തന്നോട് അങ്ങനെയൊന്നും പണം വാഗ്ദാനം ചെയ്തിട്ടുമില്ല എന്നുള്ളൊരു കാര്യമാണ് ജാഫർ പറയുന്നത്. അതേസമയം തന്നെ എന്തുകൊണ്ട് ഈ വോട്ട് അസാധുവായി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിക്കുകയുണ്ടായി. അപ്പോൾ ജാഫർ പറയുന്നത് അത് തനിക്ക് പറ്റിയൊരു പിഴവാണ്, തനിക്ക് ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് പറ്റിയൊരു തെറ്റാണ്. അത് ആ ഒരു സമയത്ത് മറ്റ് ഒരു തരത്തിലുള്ള ഒരു മുൻവിധിയോടുകൂടി ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല. മാത്രമല്ല അത് 2 പേരുകളാണ് ഉണ്ടായിരുന്നത്, അതിൽ തെറ്റി ടിക്കറ്റതാണ് എന്നുള്ള ഒരു കാര്യമാണ് നിലവിൽ ജാഫർ വ്യക്തമാക്കുന്നത്. എന്തായാലും അക്കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, തലേദിവസം ഈ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റിനോട് പറയുന്നു നാളെ ഒരു ട്വിസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന്. തൊട്ടടുത്ത ദിവസം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അതുപോലെ തന്നെ ട്വിസ്റ്റ് ഉണ്ടാകുന്നു. അപ്പോൾ ഇതിൽ സ്വാഭാവികമായും ഈ പണം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ തലേദിവസം തന്നെ മണ്ഡലം പ്രസിഡന്റിനോട് ഉൾപ്പെടെ ജാഫർ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വലിയ ഒരു പ്രതിഷേധമുണ്ടാകാനും ഈ ഒരു ജാഫർ ഇപ്പോൾ നിലവിൽ ഈ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്നുള്ള നിലയിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ടെങ്കിൽ പോലും വലിയ പ്രതിഷേധം ഉണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസിന് അനിലക്കര പരാതി നൽകിയിട്ടുണ്ട്. ആ അന്വേഷണം ഏത് രീതിക്കായാലും അതിനെല്ലാം തന്നെ അതുമായൊക്കെ തന്നെ സഹകരിക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യമാണ് ജാഫർ പറയുന്നത്. അതേസമയം തന്നെ LDFും ഇതിനെല്ലാം തന്നെ തള്ളിപ്പറയുകയാണ്. ലിഷോയ് പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന ഒറ്റ പ്രതികരണത്തിന്മേൽ വിശ്വസിക്കാനാവുന്ന കാര്യമല്ല. സ്വാഭാവികമായിട്ടും തൃശ്ശൂരിൽ തന്നെ മറ്റത്തൂരിൽ ഉണ്ടായിട്ടുള്ളത് എന്തോ അത് കണ്ടിരിക്കുകയാണ്. തൊട്ടു പിന്നാലെയാണ് UDFിന്റെ ഭാഗത്ത് നിന്ന്, കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു കാര്യം നടക്കുന്നത്. പ്രവർത്തകരെ പോലെ തന്നെ
പൊതുജനത്തിനും ഈ പറയുന്നതൊക്കെ അങ്ങ് അതുപോലെ പാടെ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണ്. അതിനപ്പുറത്തേക്ക് തൃശ്ശൂരിലെ കോൺഗ്രസ് വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ നേതൃത്വം മുഴുവൻ ഇടപെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് UDF. തീർച്ചയായും. അതായത് ഈ ജാഫറിനെ സംബന്ധിച്ചിടത്തോളം ജാഫർ ലീഗിന്റെ സ്വതന്ത്രനായാണ് മത്സരിച്ചത്. ജാഫർ ഒരു സ്കൂൾ അധ്യാപകൻ കൂടിയാണ്. അങ്ങനെ അതുമാത്രമല്ല, വർഷങ്ങളായി പൊതുപ്രവർത്തന രംഗത്തുള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അത്രത്തോളം ഈ എക്സ്പീരിയൻസ് ഉള്ള ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിക്ക് അദ്ദേഹത്തിന് ഒരു 2 പേര് മാത്രം മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ, അതായത് ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അതിൽ ഒരാളുടെ പേര് കൃത്യമായി അടയാളപ്പെടുത്താനായി കഴിയില്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഇത്രത്തോളം നിർണായകമായൊരു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്, അതായത് 7 സീറ്റ് വീതമാണ് 2 മുന്നണികൾക്കും LDFനും UDFനും ബ്ലോക്ക് പഞ്ചായത്തിൽ ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് 2 പേർ മാത്രമുള്ളപ്പോൾ എങ്ങനെ ഇത് തെറ്റി വോട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ജാഫറിൻ്റെ ആ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളത് നിലപാട് തന്നെയാണ് എല്ലാവർക്കും തന്നെയുള്ളത്. പക്ഷേ UDFനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ, പ്രത്യേകിച്ച് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആയാലും കോൺഗ്രസിന് മറ്റത്തൂരിൽ വലിയൊരു ക്ഷീണമുണ്ടായി. മാത്രമല്ല ചൊവ്വന്നൂരിലും സമാനമായ രീതിക്ക് ഒരു സഖ്യമുണ്ടാക്കി. അത് SDPIയുമായാണെങ്കിൽ മറ്റത്തൂരിൽ അത് BJPയുമായാണ്. അതൊക്കെ തന്നെ വലിയ ഒരു ജില്ലയിൽ ക്ഷീണം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന UDFന്റെ ലീഗ് സ്വതന്ത്രനായി മത്സരിച്ച ഈ വ്യക്തി, അദ്ദേഹം ഇത്തരത്തിൽ CPMന്റെ സ്ഥാനാർത്ഥിക്ക് ഇത്തരത്തിൽ വോട്ട് ചെയ്തുകൊണ്ട് ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള നിർണായകമായ തെരഞ്ഞെടുപ്പിൽ UDFനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്നതും പിന്നോട്ടടിക്കുന്നതും ഒക്കെ തന്നെ. പ്രസിഡന്റ് സ്ഥാനാർത്ഥി മത്സരത്തിൽ ഇങ്ങനെയാണ് ചെയ്തതെങ്കിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് വോട്ട് ചെയ്യാതെ അതിനുവേണ്ടി ഹാജരായില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് പ്രവർത്തകരെ, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരോടുള്ള ജയിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനാണോ എന്നുള്ള ചോദ്യം ചോദിക്കും വണ്ണത്തിൽ വിശ്വാസം നഷ്ടപ്പെടുന്ന അവസ്ഥ കൂടി ഇതിന്റെയൊക്കെ ഭാഗമായിട്ടുണ്ടാകുന്നു എന്നുള്ളതാണ് MS ലിഷോയ് വിവരങ്ങൾ നൽകിയത്.